ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു കഥയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരു വശത്ത് ലോകം കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരൻ ലയണൽ മെസ്സി, മറുവശത്ത് തുടർച്ചയായി പരാജയങ്ങൾ കൊണ്ട് തളർന്ന ആരാധകരുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു ദേശീയ ടീം. 4 വലിയ ഫൈനലുകളിലെ ദയനീയമായ തോൽവികൾ അർജന്റീനയെ വല്ലാതെ തളർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സുവർണ തലമുറ അഥവാ ഗോൾഡൻ ജനറേഷൻ എന്ന് ഫുട്ബോൾ ലോകം വാഴ്ത്തിപ്പാടിയവർക്ക് പോലും നീലയും വെള്ളയും ജേഴ്സിയിൽ ഒരു കിരീടം നേടിക്കൊടുക്കാൻ കഴിയാതെ പോയ ആ ചാരനിറമുള്ള നാളുകൾ. തോൽവികൾ മാത്രം ശീലമാക്കിയ ഒരു ടീമിനെ നോക്കി ലോകം പരിഹസിച്ചു. മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയർ ഒരു ദുരന്തമായി അവസാനിക്കുമെന്ന് പലരും എഴുതിത്തള്ളി. എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതത്തിന്റെ പേരാണ് ലയണൽ സ്കലോണി. അവൻ ഒരു ട്രാഫിക് പോലും നിയന്ത്രിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പ്രമുഖ മാധ്യമങ്ങളും ഇതിഹാസ താരങ്ങളും ഒരുപോലെ പരിഹസിച്ച, തള്ളിക്കളഞ്ഞ ഒരു താൽക്കാലിക കോച്ച്. അവിടെ നിന്നും അർജന്റീനയെ കോപ്പ അമേരിക്കയും ലോകകപ്പും തുടർച്ചയായ വിജയങ്ങളും നേടിയ ഒരു ലോക ടീമായി, ഒരു ലോക ഭീമനായി വളർത്തിയ സ്കലോണി. എങ്ങനെയാണ് അദ്ദേഹം ഈ ടീമിനെ വളർത്തിയെടുത്തത്? ഇന്ന് ലോകകപ്പിൽ വീണ്ടും മുത്തമിടാൻ തയ്യാറെടുത്ത് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു ടീം, അയാൾ അത് സാധ്യമാക്കാൻ ഒരുങ്ങുമ്പോൾ ലോക ഫുട്ബോളിനെ വിറപ്പിച്ച സ്കലോണിയുടെ ആ അവിശ്വസനീയമായ തന്ത്രങ്ങൾ എന്തെല്ലാമായിരുന്നു? ലാ സ്കലോണിയുടെ ആ വിജയ രഹസ്യം നമുക്ക് വിശദമായി പരിശോധിക്കാം. സ്കലോണിയുടെ വിജയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ അർജന്റീനിയൻ ഫുട്ബോൾ നേരിട്ട കടുത്ത പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ അറിയണം. 2014 ലോകകപ്പ് ഫൈനലിൽ ജർമ്മനിക്കെതിരെയുള്ള കനത്ത തോൽവി, അതിനുശേഷം തുടർച്ചയായി 2 കോപ്പ അമേരിക്ക ഫൈനലുകളിലെ ചിലിയോടുള്ള പരാജയം. തോൽവികളുടെ ആഘാതത്തിൽ മെസ്സി അടക്കമുള്ള കളിക്കാർ മാനസികമായി തകർന്നിരുന്നു. ആ വേദനയിൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് താൽക്കാലിക വിരമിക്കൽ പോലും പ്രഖ്യാപിച്ച സമയം. 2018 റഷ്യൻ ലോകകപ്പിൽ ജോർജ് സാമ്പോളിക്ക് കീഴിൽ അർജന്റീന കളിച്ച കളി അത് ഓർമ്മയുണ്ടോ? കടുത്ത അച്ചടക്കമില്ലായ്മയും ഈഗോയും അതിനൊപ്പം വ്യക്തമായ തന്ത്രങ്ങളില്ലാത്ത കളിയുമായിരുന്നു അർജന്റീന പുറത്തെടുത്തത്. റഷ്യൻ ലോകകപ്പിൽ അർജന്റീനിയൻ ടീം ക്രൊയേഷ്യയുടെ 3 ഗോളിന് ദയനീയമായി പരാജയപ്പെട്ടു. അതായിരുന്നു തുടക്കം. നൈജീരിയയോട് കഷ്ടിച്ച് ജയിച്ച് ആദ്യ റൗണ്ടിൽ പുറത്തായില്ലെന്ന നാണക്കേട് ഒഴിവാക്കിയെങ്കിലും 2ാം റൗണ്ടിൽ ഫ്രാൻസിനോട് 4 ഗോളുകൾ വഴങ്ങി അർജന്റീന തോറ്റോടി. ആ ലോകകപ്പിൽ യോഗ്യത പോലും കഷ്ടിച്ച് നേടുന്നത് അവസാന മത്സരത്തിൽ ജയിച്ചാണ്. പിന്നെ ലോകകപ്പിലെ 2ാം റൗണ്ടിൽ നിന്ന് പുറത്തായതിൽ ആർക്കും അത്ര അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. റഷ്യൻ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റ് അർജന്റീന നാണം കെട്ട് പുറത്തായപ്പോൾ പലരും കരുതി ഇനി ഈ ടീമിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന്. മുതിർന്ന കളിക്കാർ മാനസികമായി തകർന്നു. ഡ്രസ്സിംഗ് റൂമിൽ കടുത്ത ഭിന്നതകൾ നിലനിന്നു. ആരാധകർ പൂർണ്ണമായും പ്രത്യാശ കൈവിട്ടു. അർജന്റീനിയൻ ഫുട്ബോളിന്റെ ഏറ്റവും ഇരുണ്ട നാളുകളായിരുന്നു അത്. 2018 ഓഗസ്റ്റ് മാസം ലോകകപ്പിൽ നിന്ന് അർജന്റീന നാണം കെട്ട് പുറത്തായ സമയം. ടീമിനുള്ളിലെ അന്തരീക്ഷം അങ്ങേയറ്റം മോശമായിരുന്നു. മുതിർന്ന കളിക്കാർ മാനസികമായി തകർന്നിരുന്നു. ആരാധകർ നിരാശയിലും. മെസ്സി എന്ന ഇതിഹാസത്തിന്റെ കരിയർ ഒരു ലോകകപ്പ് കിരീടമില്ലാതെ അവസാനിക്കുമെന്ന് ലോകം മുഴുവൻ ഉറപ്പിച്ച നിമിഷം അർജന്റീനയുടെ കോച്ച് സാമ്പോളിയും രാജിവെച്ചു. ഇനി ആരാണ് ഈ ടീമിനെ ഏറ്റെടുക്കുക, പ്രതാപകാലത്തേക്ക് നടത്തിക്കുക? ആ ചോദ്യം ഉയർന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്റ്റാർ കോച്ച് ഡീഗോ സെമിയോണി വരുമോ? അയാൾ വന്നാൽ എത്ര നന്നായിരുന്നു എന്ന് പലരും ചിന്തിച്ചു. മൗറീഷ്യോ പൊച്ചറ്റിനോ അർജന്റീനക്കാരനാണ്. പ്രീമിയർ ലീഗുകളിൽ പരിശീലിപ്പിച്ച പരിചയവുമുണ്ടല്ലോ. അയാളായാലും തരക്കേടില്ല എന്നായി എല്ലാവരും. അങ്ങനെ പലരുടെയും പേരുകൾ പറയപ്പെട്ടു. ഇനി പെല്ലഗ്രീനോ? അയാൾ ഏറ്റെടുക്കുമോ? ഇല്ല, ആരും വന്നില്ല. നാണം കെട്ട തോൽവികളിലൂടെ പോകുന്ന ഒരു ടീമിന്റെ ഉത്തരവാദിത്തം അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ഏറ്റെടുക്കുന്നു? ആ സമയത്താണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ താൽക്കാലികമായി ഒരു പുതിയ കോച്ചിനെ നിയമിക്കുന്നത്. ലയണൽ സ്കലോണി എന്ന മുൻ അർജന്റീന താരം ടീമിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നു. വലിയ പരിചയസമ്പന്നതയൊന്നും അവകാശപ്പെടാനില്ലാത്ത, അതുവരെ സഹപരിശീലകനായി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു 40-കാരൻ. അന്ന് ലോകം ആ തീരുമാനത്തെ പരിഹസിച്ചു. ഡീഗോ മറഡോണയെ പോലുള്ള ഇതിഹാസങ്ങൾ പോലും സ്കലോണിയുടെ നിയമനത്തെ അന്ന് പരസ്യമായി വിമർശിച്ചിരുന്നു. കാരണം ഒരു പ്രൊഫഷണൽ ക്ലബിനെയോ പ്രധാന ടീമിനെയോ പരിശീലിപ്പിച്ചുള്ള മുൻപരിചയം പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ട്രാഫിക് പോലും നിയന്ത്രിക്കാൻ അറിയില്ലാത്തവൻ എന്നായിരുന്നു പലരുടെയും വിമർശനം. പത്രമാധ്യമങ്ങളും ഫുട്ബോൾ പണ്ഡിതന്മാരും സ്കലോണിയെ ക്രൂരമായി എഴുതിത്തള്ളി. പക്ഷേ ആ ശാന്തനായ മനുഷ്യന്റെ ഉള്ളിൽ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പബ്ലിസിറ്റിക്കും ബഹളങ്ങൾക്കും പിന്നാലെ പോകാതെ അദ്ദേഹം തികച്ചും നിശബ്ദമായി ജോലി ചെയ്യാൻ തുടങ്ങി. സ്കലോണി ആദ്യം ചെയ്തത് ഡ്രസ്സിംഗ് റൂമിലെ കടുത്ത മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നതായിരുന്നു. അതിനായി അദ്ദേഹം തന്റെ അസിസ്റ്റന്റ് കോച്ചുകളായി കൊണ്ടുവന്നത് പാബ്ലോ ഐമർ, വാൾട്ടർ സാമുവൽ, റോബർട്ടോ അയല തുടങ്ങിയ മുൻ ഇതിഹാസ താരങ്ങളെയാണ്. മെസ്സി തന്റെ കുട്ടിക്കാലം മുതൽ ആരാധിച്ചിരുന്ന കളിക്കാരനാണ് ഈ പാബ്ലോ ഐമർ. ഈ പരിശീലക സംഘം കളിക്കാർക്ക് നൽകിയ മാനസിക പിന്തുണ വളരെ വലുതായിരുന്നു. പിന്നീട് സ്കലോണി ചെയ്തത് എന്താണെന്നറിയാമോ? വലിയ ഈഗോകളുള്ള സ്റ്റാർ കളിക്കാരെ മാറ്റിവെച്ച് രാജ്യത്തിനായി എന്തും ചെയ്യാൻ തയ്യാറുള്ള യുവതാരങ്ങളെ അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവന്നു.
റോഡ്രിഗോ ഡി പോൾ, ലൗട്ടാര മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളസ് തഗ്ലിയാഫിക്കോ, പിന്നീട് ടീമിലെത്തിയ എലിയാനോ മാർട്ടിനസ് തുടങ്ങിയ യുവ പ്രതിഭകളെ അദ്ദേഹം ടീമിന്റെ പ്രധാന കണ്ണികളാക്കി മാറ്റി. കളിക്കാരെ മെസ്സിയുടെ പേരിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ടീമാക്കുന്നതിന് പകരം പരസ്പരം ജീവൻ നൽകാൻ മടിക്കാത്ത ഒരു വലിയ കുടുംബമാക്കി മാറ്റാൻ സ്കലോണിക്ക് കഴിഞ്ഞു. അർജന്റീന ഒരു അന്താരാഷ്ട്ര ടീം എന്നതിലുപരി ഒരു ക്ലബ് ടീമിനെ പോലെ ഒത്തിണക്കമുള്ളതായി മാറി. സ്കലോണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പ്രത്യേക കളിശൈലിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളല്ല. ശത്രുക്കളുടെ ശക്തിയും ബലഹീനതയും കൃത്യമായി പഠിച്ച് തന്റെ തന്ത്രങ്ങൾ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. അദ്ദേഹം മെസ്സിക്ക് മൈതാനത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ അതിനൊപ്പം തന്നെ മെസ്സിയുടെ പ്രതിരോധത്തിലെ പോരായ്മകൾ നികത്താൻ ബാക്കി 10 പേരും കഠിനമായി ഓടിക്കളിക്കണമെന്ന തന്ത്രം അദ്ദേഹം വിജയകരമായി നടപ്പിലാക്കി. ഡീപോളും പിന്നീട് വന്ന എൻസോ ഫെർണാണ്ടസും അലക്സിസ് മക്കാലിസ്റ്ററും അടങ്ങുന്ന മിഡ്ഫീൽഡ് മെസ്സിക്കായി മൈതാനത്ത് ജീവൻ നൽകി ഓടി. അതുപോലെ തന്നെ പ്രതിരോധത്തിലാണെങ്കിൽ ക്രിസ്ത്യാനോ റൊമേറോയും നിക്കോളസ് ഒട്ടമെന്റെയും കോട്ട കെട്ടി. ഗോൾ പോസ്റ്റിന് മുന്നിലാണെങ്കിൽ ഡിബു എന്ന എമിലിയാനോ മാർട്ടിനസ് എന്ന അസാമാന്യ ഗോൾ കീപ്പറെ അദ്ദേഹം കണ്ടെത്തി. ഈ മാറ്റങ്ങൾ ടീമിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. ഈ കഠിനാധ്വാനത്തിന്റെ ആദ്യ ഫലം നമ്മൾ കണ്ടത് 2021 കോപ്പ അമേരിക്കയിലാണ്. ബ്രസീലിനെ അവരുടെ സ്വന്തം മണ്ണായ മാരക്കാന സ്റ്റേഡിയത്തിൽ തോൽപ്പിച്ച് അർജന്റീന കിരീടം ചൂടിയപ്പോൾ അത് മെസ്സിയുടെ കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര കിരീടം കൂടിയായി മാറി. 28 വർഷത്തെ അർജന്റീനയുടെ കിരീട വരൾച്ചയ്ക്കാണ് സ്കലോണി അവിടെ അന്ത്യം കുറിച്ചത്. അതോടെ സ്കലോണിക്ക് നേരെയുള്ള വിമർശനങ്ങൾ ആരാധനയായി മാറി. ലാ സ്കലോനറ്റ എന്ന അജയ്യമായൊരു സാമ്രാജ്യത്തിന്റെ പടയോട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. തൊട്ടു പിന്നാലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്ത് അവർ ഫൈനലിസീമ കിരീടവും സ്വന്തമാക്കി. തുടർച്ചയായ 36 മത്സരങ്ങളിൽ തോൽവിയേറിയാതെ കുതിച്ച അർജന്റീന ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരികളായ ടീമായി മാറി. എന്നാൽ ഇതിനെല്ലാം മുകളിലായിരുന്നു ഖത്തറിലെ ആ മഹാവിസ്മയം. 2022 ലോകകപ്പിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു അർജന്റീനയ്ക്ക് മേലുണ്ടായിരുന്നത്. എന്നാൽ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അപ്രതീക്ഷിതമായി തോറ്റപ്പോൾ ലോകം മുഴുവൻ അവരെ വീണ്ടും എഴുതിത്തള്ളാൻ തുടങ്ങി. പക്ഷേ അവിടെയാണ് സ്കലോണി എന്ന തന്ത്രജ്ഞന്റെ യഥാർത്ഥ കരുത്ത് നമ്മൾ കണ്ടത്. പതറാതെ അദ്ദേഹം ടീമിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തി. ജൂലിയൻ അൽവാരസിനെയും എൻസോ ഫെർണാണ്ടസിനെയും അലക്സിസ് മക്കാലിസ്റ്ററെയും പോലുള്ള യുവതാരങ്ങളെ ആദ്യ 11ലേക്ക് കൊണ്ടുവന്നു. അത്തരമൊരു ധീരമായ തന്ത്രപരമായ മുന്നേറ്റമായിരുന്നു അദ്ദേഹം നടത്തിയത്. ആ തീരുമാനങ്ങളാണ് പിന്നീട് അർജന്റീനയെ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് കൂടി നയിച്ചത്. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഫൈനലിൽ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയ ലയണൽ മെസ്സിയും കൂട്ടരും ലോകത്തിന്റെ നെറുകയിലെത്തി. അർജന്റീനയുടെ ജേഴ്സിയിൽ 3ാമത്തെ നക്ഷത്രം കൂടിച്ചേർക്കപ്പെട്ടു. ലോകകപ്പ് ജയത്തിന് ശേഷവും സ്കലോണിയുടെ തന്ത്രങ്ങളുടെ മൂർച്ച കുറഞ്ഞില്ല. 2024 കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയക്കെതിരായ മത്സരം ഓർക്കുക. സൂപ്പർ താരം ലയണൽ മെസ്സി പരിക്കേറ്റ് കണ്ണീരോടെ കളം വിട്ട നിമിഷം അർജന്റീനൻ ആരാധകർ ഒന്നടങ്കം ഭയന്നു. എന്നാൽ അവിടെയും സ്കലോണിയുടെ തന്ത്രപരമായ മാറ്റങ്ങൾ കളിതിരിച്ചു. എക്സ്ട്രാ ടൈമിന്റെ 97ാം മിനിറ്റിൽ പാരഡൈസ്, ലോ സെൽസോ, ലൗട്ടാര മാർട്ടിനസ് എന്നീ 3 താരങ്ങളെ ഒന്നിച്ച് കളത്തിലിറക്കിയ അദ്ദേഹത്തിന്റെ മാസ്റ്റർ ക്ലാസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ലോ സെൽസോയുടെ അസിസ്റ്റിൽ ലൗട്ടാര മാർട്ടിനസ് നേടിയ ആ സുവർണ ഗോൾ അർജന്റീനയ്ക്ക് തുടർച്ചയായ 2ാം കോപ്പ അമേരിക്ക കിരീടം സമ്മാനിച്ചു. 2024 കോപ്പ അമേരിക്ക വിജയത്തിന് ശേഷവും സ്കലോണി എന്ന തന്ത്രജ്ഞൻ വിശ്രമിക്കാൻ തയ്യാറായിരുന്നില്ല. ഡി മരിയ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും മെസ്സിയുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുകയും ചെയ്തതോടെ ടീമിനെ അടുത്ത തലമുറയ്ക്കായി സജ്ജമാക്കുക എന്നതായിരുന്നു സ്കലോണിയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ അവിടെയും അദ്ദേഹം തന്റെ അസാധാരണമായ ദീർഘവീക്ഷണം തെളിയിച്ചു. അടുത്തിടെ നടന്ന മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടതും വെറും ഒരു കിരീട വിജയത്തിൽ ഒതുങ്ങാതെ ടീമിനെ ഭാവിയിലേക്ക് കെട്ടിപ്പടുക്കുന്ന സ്കലോണിയെ തന്നെയാണ്. അലക്സാൻഡ്രോ ഗർനാച്ചോ, വാലന്റീൻ കാർബോണെ തുടങ്ങിയ അതിവേഗക്കാരായ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം അർജന്റീനയുടെ കളിശൈലി കൂടുതൽ വേഗതയേറിയതാക്കി മാറ്റി. സീനിയർ കളിക്കാരുടെ പരിചയ സമ്പത്തും പുതിയ തലമുറയുടെ ചോരത്തിളപ്പും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ ലോകകപ്പിലും ഇക്കഴിഞ്ഞ സെമിയിൽ പോലും നമ്മൾ ആ സ്ട്രാറ്റജിയുടെ പവർ കണ്ടതാണ്. കൃത്യമായി അളന്ന് മനസ്സിലാക്കി സ്ട്രാറ്റജികൾ കുറിക്കുന്ന സ്കലോണി. സത്യത്തിൽ മെസ്സി ഉൾപ്പെടെയുള്ള ചതുരംഗ കരുക്കളെ തന്ത്രപരമായ കളത്തിൽ വിന്യസിക്കുന്ന, ബുദ്ധിപരമായ കരുക്കൾ നീക്കുന്ന ചതുരംഗ കളിയിലെ മാസ്റ്ററാണ് സ്കലോണി. മെസ്സി എന്ന ഒറ്റ നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു ടീം എന്നതിൽ നിന്നും മാറി മെസ്സിക്ക് ശേഷമുള്ള കാലത്തും ലോക ഫുട്ബോളിനെ ഭരിക്കാൻ തക്കവണ്ണം അർജന്റീനയെ ഒരു അജയ്യ ശക്തിയായി നിലനിർത്തുകയാണ് സ്കലോണി ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാ സ്കലോനറ്റയുടെ ഈ പടയോട്ടം വരും വർഷങ്ങളിലും ഫുട്ബോൾ മൈതാനങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. മെസ്സി എന്ന ഇതിഹാസത്തിന് ഒരു ലോകകപ്പ് കിരീടം വേണമെന്നത് ലോകത്തിന്റെ ആവശ്യമായിരുന്നു.
എന്നാൽ അതിനായി ഒരു മികച്ച ടീമിനെ വാർത്തെടുത്തത് ലയണൽ സ്കലോണി എന്ന നിശബ്ദനായ തന്ത്രജ്ഞനാണ്. കളിക്കാർ മെസ്സിക്കായി കളിച്ചപ്പോൾ അവർ സ്കലോണിയുടെ വാക്കുകളെയും തന്ത്രങ്ങളെയും അക്ഷരം പ്രതി വിശ്വസിച്ചു. ഒരു ട്രാഫിക് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമിനെ വിജയത്തിന്റെ പാതയിലൂടെ നയിച്ചുകൊണ്ട് ലയണൽ സ്കലോണി തന്റെ മറുപടി നൽകി. ഒരു തുടക്കക്കാരനിൽ നിന്നും ലോകകപ്പ് ജേതാവിലേക്കുള്ള സ്കലോണിയുടെ ഈ യാത്ര കഠിനാധ്വാനത്തിന്റെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും കഥയാണ്. മെസ്സി ഫുട്ബോൾ നിർത്തിയാലും അർജന്റീന ഈ അച്ചടക്കത്തോടെ മുന്നോട്ട് പോയാൽ അവരെ തോൽപ്പിക്കുക എന്നത് ഏതൊരു ടീമിനും ഒരു സ്വപ്നം മാത്രമായി തുടരും. വിമർശിച്ചവരുടെ വായടപ്പിച്ച് കളി മൈതാനത്ത് മനോഹരമായ ഫുട്ബോൾ ഒരുക്കുന്ന, അതിൽ ഞങ്ങളെ ഇങ്ങനെ ആനന്ദിപ്പിച്ച് അലിയിപ്പിച്ച് കളയുന്ന ലയണൽ സ്കലോണിക്ക്, നമ്മുടെ സ്വന്തം ലാ സ്കലോണിറ്റയ്ക്ക് നന്ദി. അതല്ലാതെ മറ്റെന്ത് പറയാൻ.